ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം, ഒരു തൗഹീദുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾക്ക്, ഈ മന്ത്രവാദികൾക്ക്, ഈ സിദ്ധന്മാർക്ക് ഒരിക്കലും തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരു ദിവ്യത്വവുമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണവർ. മറിച്ച് അവർ കാട്ടിക്കൂട്ടുന്നത് ഈ ശൈത്താനീയത്തിന്റെ കൂടെ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ടി.കെ. അഷ്റഫ് മൗലവി എന്ന് പറയുന്ന ഒരു മുജാഹിദ് പുരോഹിതന്റെ വീഡിയോ നിങ്ങളൊന്ന് കാണുക. മുജാഹിദിന്റെ നിലപാടും നയവും വളരെ കൃത്യമായി അയാൾ അതിലൂടെ പറയുന്നുണ്ട്. പക്ഷേ ഈ നിലപാടും നയവും ഇവർ വാക്കുകൾ കൊണ്ട് സാധാരണക്കാരായ ആളുകളെ പറഞ്ഞ് പറ്റിക്കുക എന്നല്ലാതെ അവർ സ്വന്തം ജീവിതത്തിൽ പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. നിങ്ങൾ വീഡിയോ കാണുകതിൻ്റെ ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദർശവും നയവും നിലപാടും വളരെ വ്യക്തമാണ്. അത് പോരാടുന്നത് ശിർക്കിനെതിരെയാണ്, ബിദ്അത്തുകൾക്കെതിരെയാണ്, മതനിരാസത്തിനെതിരെയാണ്, ലിബറലിസത്തിനെതിരെയാണ്, ഹദീസ് നിഷേധത്തിനെതിരെയാണ്, പ്രമാണങ്ങളെ പരിഹസിക്കുന്നതിനെതിരെയാണ്, ആത്മീയ ചൂഷണത്തിനെതിരെയാണ്, മന്ത്രവാദത്തിനെതിരെയാണ്, കൂടോത്രത്തിനെതിരെയാണ്, കള്ളക്കറാമത്തുകൾക്കെതിരെയാണ്, ലഹരിക്കെതിരെയാണ്, പലിശക്കെതിരെയാണ്, വ്യഭിചാരത്തിനെതിരെയാണ്, സകലവിധ അഴിഞ്ഞാട്ടങ്ങൾക്കും എതിരെയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇന്ന് ഈ നാട്ടിൽ പ്രവർത്തിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സംഘടന പ്രഖ്യാപിക്കുന്നു അതിന്റെ പ്രമാണം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മാത്രമാണ്. അതിന്റെ മാർഗം സലഫുസ് സാലിഹികളുടെ മാർഗമാണ്. അതിനെയാണ് മൻഹജ് എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. ആ മൻഹജ് പ്രമാണമല്ല, പ്രമാണം സ്വീകരിക്കുവാനുള്ള രീതിശാസ്ത്രം മാത്രമാണ്. മൻഹജ് അഞ്ചാമത്തെ മദ്ഹബല്ല, സത്യം മനസ്സിലാക്കുവാനുള്ള മാനദണ്ഡമാണ്. മൻഹജ് ഗൾഫ് ഇറക്കുമതിയല്ല, പ്രമാണങ്ങൾ മാറ്റുരച്ചു നോക്കുവാനുള്ള ഒരു ഉരകല്ലാണ്. അഖലും നഖലും കടന്നു വന്ന് അത് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ അവിടെ ബുദ്ധിക്കല്ല പ്രാധാന്യം, പ്രമാണത്തിനാണ്, നഖിലാനാണ് പ്രാധാന്യമെന്ന് ഈ സംഘടന സമൂഹത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്. വിശുദ്ധത്തിന്റെ നയങ്ങൾ വളരെ വ്യക്തമാണ്, എല്ലാവർക്കും വ്യക്തമായല്ലോ. ആത്മീയ ചൂഷണത്തിന് എതിരാണ്, മന്ത്രവാദത്തിന് എതിരാണ്, ഹദീസ് നിഷേധത്തിന് എതിരാണ്, പ്രമാണങ്ങളെ പരിഹസിക്കുന്നതിന് എതിരാണ്, ഗൂഢോത്രത്തിന് എതിരാണ്, കള്ളക്കറാമത്തുകൾ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, അഴിഞ്ഞാട്ടങ്ങൾക്കൊക്കെ വിശുദ്ധം എതിരാണ്. പക്ഷേ ഇദ്ദേഹം പറയുന്ന ഈ ഗൂഢോത്രം, ഈ മന്ത്രവാദം, ഈ ആത്മീയ ചൂഷണം മുഴുവനും ഇവരുടെ നേതാക്കൾ അണിയറയിൽ വളരെ കൃത്യമായി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ളവർ അതിനൊരു കേന്ദ്രമുണ്ടാക്കി, ചികിത്സാ കേന്ദ്രം എന്ന പേരിൽ തന്നെ അത് ഉണ്ടാക്കി ചെയ്യണം എന്നുള്ളിടത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും, നിങ്ങൾ ഇതിന് എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് മുജാഹിദുകളുടെ നിസ്കാരത്തയമ്പ് ഇവിടെയാണ്, അത് പെണ്ണുങ്ങളേക്ക് രമിക്കാനാണ് എന്ന് നാളിതുവരെയുള്ള ചരിത്രത്തിൽ സമസ്തക്കാർ പറഞ്ഞ. അതുകൊണ്ട് നബീന്റെ ഒരു സുന്നത്തിൽ നിന്നുകൊണ്ടുള്ള ജിന്ന് ചികിത്സ നടത്തൽ അനിവാര്യമാണ്. പക്ഷേ അവരുടെ വാക്കിൽ, ആളുകളുടെ മുമ്പിൽ അവർ ഇതിനെല്ലാം എതിരാണ്. പക്ഷേ അവരുടെ കുടുംബത്തിലും സ്വന്തത്തിലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വഞ്ചന നടത്തുന്ന, ഈ ജനങ്ങളെ പറ്റിക്കുന്ന ഇവർ എത്രമാത്രം കള്ളത്തരങ്ങളാണ് ഈ സമൂഹത്തിനോട് വിളിച്ചു പറയുന്നത് എന്ന് മുജാഹിദ് സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരിക്കലും ഒരു പണ്ഡിതനല്ല, ഒരിക്കലും പണ്ഡിതനല്ല അയാൾ. പക്ഷെ അവര് വിസ്ഡമിന്റെ വലിയ നേതാവാണ്. പക്ഷെ അയാള് ശരിക്കും പറഞ്ഞ പണ്ഡിതൻ. നിങ്ങളുടെ അത്ര പോലും അയാൾക്ക് അറിയില്ല. അറിയാവോ നിങ്ങൾക്ക്? അല്ല, മൂപ്പരൊക്കെ റുക്കിയൊക്കെ വിളിച്ചത് പറഞ്ഞല്ലേ നേരത്തെ. പിന്നെ അയാളൊക്കെ അതല്ലേ പറഞ്ഞ അയാളുടെ കുട്ടിപ്പെട്ട വിസ്ഡമല്ലേ അയാളുടെ ചെയർമാന്റെ വീട്ടിലാണ് ഞാൻ സ്റ്റേജ്
ചെയർമാനാണ് എന്നെ അയാളുടെ വീട്ടിലേക്ക് വിളിച്ചത്. അയാൾ എന്റെ വീട്ടിലും വന്നിട്ടുണ്ട്. ഇവരൊക്കെ പേര് പറയാനുള്ള ബുദ്ധിമുട്ടല്ലാതെ ഇപ്പൊ നിങ്ങൾ നിഷേധിക്കുന്നേക്കാളും ഇരട്ടിങ്ങി എന്നെ നിഷേധിക്കും. ഞാൻ AP-യോട് പറഞ്ഞ ഇത് മാത്രമാണ്, തൗഹീദുള്ള ഒരു കുട്ടി നൂലും മന്ത്രവും വലിച്ചെറിഞ്ഞ് തൗഹീദിലേക്ക് വന്നൊരു കുട്ടി, അങ്ങനത്തെ ഒരു കുട്ടിക്ക് ഇതുണ്ടായാൽ എന്തു ചെയ്യും എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. വ്യക്തമായി AP-നോട് മറുപടി പറഞ്ഞില്ല. അപ്പൊ AP-നോട് പറയാം, അപ്പൊ ഇതിന് ചികിത്സിക്കുന്ന ആൾ തന്നെയാണില്ലേ, എന്നെ പറ്റി കേട്ട് ശരി തന്നെയാണില്ലേ, അതാ എന്റെ മറുപടി. ഞാൻ ചോദിച്ചതല്ലല്ലോ, ആരടുത്തേക്ക് അയക്കും നിങ്ങൾ പറഞ്ഞു തരി. ഇവരുടെ കൂടെ സഹദിനറിയില്ല സഹതാരാണ് ഇപ്പൊ തമിഴ്നാട് വിസ്ഡമിന്റെ കൂടെ വിസ്ഡത്തിന്റെ അവരിപ്പോ തമിഴ്നാട് മൊത്തം അവന്റെ ഇല്ല. വിസ്ഡമിന്റെ തന്നെ വിസ്ഡമിന്റെ അല്ല, നമ്മുടെ ഇവരില്ലേ ആരാണ് ജിയാപടക്കര അവരുടെയൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ ഫാമിലീസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് എന്നോട് അന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇപ്പൊ എനിക്കിങ്ങനെ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് ഏകദേശം മനസ്സിലായി. പിന്നെ അതുപോലെ ഞാൻ ഇതിന്റെ അടിയിലൊന്നും വെച്ചിട്ടില്ല. അപ്പൊ ഞാനന്ന് പറഞ്ഞു, ഉസ്താദ് ഈ വീടിന്റെ അടിയിൽ നിങ്ങൾ ഒരു കല്ലിന്റെ ഇടയിൽ ഒരു സാധനം ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് പറഞ്ഞു അത് ഞാൻ വെച്ചിട്ടില്ല, അത് അന്ന് ഞാൻ നിങ്ങളത് കശ്മീരിലൂടെ പറഞ്ഞാണ്. ഞാൻ അയാളോട് പറഞ്ഞു, ഞാനത് പറഞ്ഞപ്പോ ആ വീട്ടിൽ ചെന്നപ്പോ അത് ഭയങ്കര സീറുള്ള വീടാത്. ഇതെല്ലാം എതിരാണ്, ഇതൊക്കെ മതവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച ഇദ്ദേഹത്തെ പോലെയുള്ള ഒരുപാട് മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള വലിയ വലിയ തലമൂത്തവർ മുഴുവനും അവരുടെ വീടുകളിൽ ഒരു ജിന്നുമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഈ വോയിസിലൂടെ കേൾക്കുന്നത്. ഇതെല്ലാം ഇവർ പ്രവർത്തിച്ചതാണ്. ഇതെല്ലാം ഇവരുടെ കുടുംബത്തിൽ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നിട്ടാണ് ഇവർ ആത്മീയ ചൂഷണത്തിനെതിരെ, മന്ത്രവാദത്തിനെതിരെ എല്ലാം അവർ സ്വന്തം ജീവിതത്തിൽ അവർ പരീക്ഷിച്ചിരിക്കുകയാണ്. അവരുടെ വാക്കും പ്രവൃത്തിയും വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് മുജാഹിദ് സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ സുന്നികളായ ആളുകൾ ഇത്രമേൽ അപകടകരമായ ഒരു മന്ത്രവാദം ചെയ്തിട്ടുണ്ടാവുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവർ മരുന്ന് കഴിക്കാൻ സമ്മതിക്കാതെ അടിച്ചിറക്കി ഊരക്കും ശരീരത്തിനും അടിച്ച് എന്ന് വേണ്ട ആരും കേൾക്കാത്ത രീതിയിലുള്ള ചികിത്സയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുന്നികൾ വളരെ കൃത്യമായി ഖുർആനും ഹദീസും പറഞ്ഞ രീതിയിലുള്ള മന്ത്രവാദങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന്റെ പേരിൽ ആത്മീയ തട്ടിപ്പ് നടത്തുന്നവർ ഉണ്ടായേക്കാം. അത് സുന്നികളുടെ മേൽ വെച്ച് കെട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതെല്ലാവരെയും മറികടന്നുകൊണ്ട് ആരും കേൾക്കാത്ത, ആരും അറിയാത്ത, പരിചയമില്ലാത്ത അത്രമേൽ വലിയ അപകടകരമായ ചികിത്സയാണ് ഈ മുജാഹിദ് സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്.